ചോറ്, ദോശ, ചപ്പാത്തി, അപ്പം, പുട്ട് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കൂന്തൽ റോസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാം. എളുപ്പമുള്ള രീതിയിൽ ഒരു പ്രഷർ കുക്കർ മാത്രം മതി കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാൻ. കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാൻ ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാകുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം 1/2 ടീസ്പൂൺ കടുക്, 5-6 വെളുത്തുള്ളി കട്ട് ചെയ്തതും, ഇഞ്ചി, പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കടുകൊന്ന് പൊട്ടുന്ന സമയത്ത് ഒരു 25 ചെറിയുള്ളി, ഒരു സവാള നേരിയതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ല ഗോൾഡൻ കളറാകുന്നവരെ വഴറ്റിയെടുക്കണം. സവാളക്ക് പകരം ചെറിയുള്ളി തന്നെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും റോസ്റ്റ്. ഇനി ഇതൊരു ഗോൾഡൻ കളറായി വരണം. 1 കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ സവാളയും ചെറിയുള്ളിയെല്ലാം നല്ലപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി. പിരിയമുളക് പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. 1 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കഴുകി വെച്ച കൂന്തൽ, 1 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്, അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ 3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. 3-4 മിനിറ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരും. ഈ കൂന്തൽ വേവാൻ വെക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം 3 വിസിൽ തീ കുറച്ച് വെച്ചിട്ട് 3 വിസിലും കൂടെ വരണം. കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോകും. അങ്ങനെ കട്ടിയായി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ വേവിച്ചെടുത്താൽ പാകത്തിന് കിട്ടും. നല്ലപോലെ ഇളക്കി ഇതിലേക്ക് കൂന്തലിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നു. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കൂന്തലിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണിത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും, ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുക്കർ അടച്ച് വേവിക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം സിമ്മിൽ 3 വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്നു നോക്കി ഇതാ പാകത്തിന് ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ആ ബാക്കി വന്ന വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതുപോലെ ഈ പാകത്തിൽ നമുക്ക് വാങ്ങി വെക്കാം. ഇതിലേക്ക് ഫ്രഷ് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്ത്, മല്ലിയില വേണ്ടെങ്കിൽ ചേർക്കണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഫ്രഷ് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ നനച്ച് കൊടുക്കാം. കണ്ടില്ലേ, എളുപ്പത്തിലല്ലേ നമ്മളെ കൂന്തൽ ഫ്രൈ റെഡി ആയത്. അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. കൂന്തൽ ഫ്രൈ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാനും പറ്റും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.